കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാവും ആയ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് മന്ത്രിസഭകളിലെ മുൻ മന്ത്രിയായിരുന്ന 5 തവണ MLA ആയിരുന്നു. കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 5 തവണ MLA ആയി അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയൊക്കെയായിരുന്നു അദ്ദേഹം. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. നവമി വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, എന്തായാലും ടി.എച്ച്. മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന് അന്തരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഏറെ നാളുകളായി ചില അസുഖത്തെ തുടർന്നൊക്കെ ചികിത്സയിലായിരുന്നു. പ്രായത്തിൻ്റെതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അദ്ദേഹം നേരിട്ടിരുന്നു. എന്തായാലും ടി.എച്ച്. മുസ്തഫ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കരുത്തനായ ഒരു നേതാവായിരുന്നു. മുൻ ഭക്ഷ്യ വകുപ്പ് പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസ് വഴിയാണ് പൊതുരംഗത്തേക്ക് പിന്നീട് അദ്ദേഹം എത്തിച്ചേരുന്നത്. 1977 ആദ്യമായി ആലുവയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. 1978 കേരളത്തിൽ കോൺഗ്രസ് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പിളർന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം ലീഡറിനൊപ്പം നിന്ന കരുത്തനായ ഒരു നേതാവായിരുന്നു. അന്നു മുതൽ തന്നെ കെ കരുണാകരനോടൊപ്പം സഹചാരിയായി അദ്ദേഹം പിന്നീട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. 1980 ആലുവയിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അന്ന് അദ്ദേഹം തോൽക്കുകയുണ്ടായി. പിന്നീട് 1982 87 91 2001 വർഷങ്ങളിൽ കുന്നത്തുനാട് നിന്ന് തന്നെ നിയമസഭാ അംഗമായി നിരവധി തവണ നിയമസഭയിലേക്ക് പോവുകയും ചെയ്തു. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1996 കുന്നത്തുനാട് നിന്ന് മത്സരിച്ചുവെങ്കിലും പിന്നീട് അത് MP വർഗീസിനോട് എതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. CPM-ന്റെ നേതാവിനെതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 2001 വീണ്ടും അദ്ദേഹം കുന്നത്തുനാട് നിന്ന് തന്നെ മന്ത്രിയായി MLA ആയി സഭയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ കുന്നത്തുനാടിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. പിന്നീട് അദ്ദേഹം KPCC-യുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം വരെ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഗവർണറുടെ അതായത് രാജ്ഭവനിലേക്കുള്ള ഒരു 1572 കിലോമീറ്റർ ദൂരമുള്ള ഒരു കാൽനട ജാഥ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വന്നിരുന്നത്. അന്ന് ആ സമയത്ത് അത് വളരെയേറെ പ്രചാരം അല്ലെങ്കിൽ അത്രയും ശക്തി തെളിയിക്കുന്ന ഒരു ജാഥ നയിച്ചത് അദ്ദേഹമായിരുന്നു. രാജ്ഭവൻ മാർച്ചിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം വരികയും ചെയ്തു. അതൊക്കെ കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന ഒരു നേതാവ്, കരുത്തനായ ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അവസാന നാളുവരെയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. രഞ്ജിനി, അതാണ് സാഹചര്യം. 5 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. ആലുവയിൽ നിന്നും കുന്നത്തുനാടിനെ പ്രതിനിധീകരിച്ചായിരുന്നു അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ടി.എച്ച്. മുസ്തഫയുടെ ഒക്കെ മകനായ 1941 ഡിസംബർ 7-ാം തീയതി ആണ് അദ്ദേഹം ജനിക്കുന്നത്. കരുണാകരനുമായി ഏറെ ചേർന്ന് നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പാർട്ടി പിളർന്നു പോയപ്പോഴടക്കം കരുണാകരനൊപ്പം ഉറച്ചു നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ടി.എച്ച്. മുസ്തഫ. വളരെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുകയാണ്. നവമി, ഇതിപ്പോൾ രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? പൊതുദർശനം, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനം എന്നതിലൊരു വ്യക്തതയുണ്ടോ? രഞ്ജിനി, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്തായാലും സംസ്കാരം, പൊതുദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുന്നതേ ഉള്ളൂ. കുടുംബവുമായി
സംസാരിച്ച ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. DCCയിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലും പൊതുദർശനത്തിലുള്ള സാധ്യതയുണ്ട്. അതിന്റെ സമയം, അതിന്റെ നടപടിക്രമങ്ങൾ, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയായിരിക്കും കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാക്കുക. എന്തായാലും ഇന്ന് പുലർച്ചെ അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ആശുപത്രിയിൽ നിന്നും വരുന്നത്. ബന്ധുക്കൾ ഒക്കെ, കുടുംബാംഗങ്ങളൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കുറച്ചു നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നൊക്കെ ചികിത്സ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ത്യം സംഭവിച്ചത്. അവസാന നാളുകളിലും വരെയും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു. രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും കേരളത്തിലെ ഒരു കരുത്തനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. എന്തായാലും പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ വ്യക്തത വരും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി 1957, 1960 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനുശേഷം 62-64 ഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 62-65 കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 64-68 കാലങ്ങളിൽ പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. 1966-68 കാലഘട്ടത്തിൽ എറണാകുളം DCC ജനറൽ സെക്രട്ടറിയാകുന്നു. 68-78 വർഷങ്ങളിൽ എറണാകുളം DCC പ്രസിഡന്റായും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. 1978-1983 കാലഘട്ടങ്ങളിൽ KPCC ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. 5 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. 1977-ലും 1982-ലും 1987-ലും 1991-ലും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. 91-95 കാലഘട്ടത്തിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായി അദ്ദേഹം കരുണാകരൻ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നവമി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിലൂടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. 5 തവണ നിയമസഭയിലേക്ക് എത്തുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ മന്ത്രിയാകുന്നു. അങ്ങനെ ഒപ്പം കരുണാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഡറിനൊപ്പം എല്ലാ ഘട്ടത്തിലും ഉറച്ചുനിന്ന ഒരു നേതാവ് കൂടിയാണ് TH മുസ്തഫ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? അത് തന്നെയാണ് രഞ്ജിനി, TH മുസ്തഫയെ ഒരു വേറിട്ട നേതാവായി കാണുന്നതും. ഈ കെ കരുണാകരന്റെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് KC ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നവമി തൊടുക. ശ്രീ KC ജോസഫ്, TH മുസ്തഫ എന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിനെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, മുന്നണിക്കാരനായ ശ്രീ THന്റെ വേർപാട് അതീവ ദുഃഖകരമാണ്. അദ്ദേഹം കുറച്ചു കാലമായി രോഗബാധിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് അപ്രതീക്ഷിതമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ശക്തമാകാൻ അടിത്തറ പാകിയത് ശ്രീ TH മുസ്തഫയുടെ സജീവമായ പ്രവർത്തന ശൈലിയായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് സമിതിക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാക്കാനും താഴെ തട്ട് മുതൽ പാർട്ടി കെട്ടിപ്പടുക്കാനും ശ്രീ TH വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയേറെ കോൺഗ്രസിന് കരുത്തു പകർന്നു. അദ്ദേഹം എപ്പോഴും ഒരു സംഘടനയുടെ വ്യക്തിയായിരുന്നു. സംഘടന കെട്ടിപ്പടുക്കാൻ, അടിത്തട്ട് മുതൽ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം വലിയ സംഭാവന വഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് കെ കരുണാകരൻ ഗവൺമെന്റിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായി ഭക്ഷ്യവിതരണ രംഗത്ത് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ എന്നും ശ്രദ്ധേയമാണ്. ശ്രീ മുസ്തഫ പൂർണ്ണമായും ഒരു മതേതര നേതാവായിരുന്നു. കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്നു ശ്രീ TH മുസ്തഫ. അദ്ദേഹം രോഗബാധിതനാണെങ്കിലും പാർട്ടി പരിപാടിക്ക് വരുവാൻ എപ്പോഴും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹം പലപ്പോഴും യോഗങ്ങളിൽ
അദ്ദേഹത്തിന്റെ പ്രസംഗം 2, 3 ചിലപ്പോൾ 4 മണിക്കൂറാണ്. ദീർഘമായി സംസാരിക്കാനും താൻ തന്റെ വാദഗതി ശക്തമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ശ്രീ മുസ്തഫയുടെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ശ്രീ KC ജോസഫ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് KV തോമസ് കൂടി ഞങ്ങളോടൊപ്പം ചേരുകയാണ്. ശ്രീ KV തോമസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തലമുതിർന്ന നേതാവിനെ കൂടി കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും എറണാകുളത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എറണാകുളത്തെ കോൺഗ്രസിനോട് അടിത്തറ പാകിയ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? TH മുസ്തഫ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കാലഘട്ടം മുതൽ അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തകനാണ്. രാവും പകലും ഓടി നടന്ന് സംഘടന കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ TH മുസ്തഫ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ദീർഘമായി പ്രസംഗിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരിക്കൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായെന്ന നിലയിൽ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം എറണാകുളത്ത് ഇറങ്ങാൻ കഴിയാതെ തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇവിടെ വരുന്നത് വരെ ഏകദേശം 4 മണിക്കൂറോളം TH മുസ്തഫയുടെ പ്രസിദ്ധമായ മറൈൻ ഡ്രൈവ് പ്രസംഗമുണ്ട്. രാവും പകലും അദ്ദേഹം ഓടി നടക്കും. എല്ലാ കാര്യത്തിലും നിശ്ചിതമായ കാഴ്ചപ്പാടുണ്ട്. ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം എത്രയോ വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പോലെ ഇത്ര ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഓടി നടന്ന് എല്ലാവരും പേര് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ TH മുസ്തഫ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മതേതര മുഖമായിരുന്നു, ഒപ്പം തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയേറെ അടിത്തറ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു TH മുസ്തഫ. ഇപ്പോൾ നിങ്ങൾ 2 ചേരിയിലാണെങ്കിൽ കൂടിയും ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നേതാക്കൾ കൂടിയാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? അദ്ദേഹത്തിനോട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച ഭക്ഷണം കഴിക്കും. ഉള്ള ആരൊക്കെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളിൽ അവർക്കെല്ലാം അദ്ദേഹം ഭക്ഷണം കൊടുക്കും. അതുപോലെ പ്രവർത്തകരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്. കല്യാണത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും ഓടിയെത്തും. അതുകൊണ്ട് ജനകീയനായ ഒരു നേതാവ്, പ്രവർത്തകരുടെ നേതാവ് എന്ന നിലയിലാണ് എപ്പോഴും TH കാണുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തു നിൽക്കുന്ന കാര്യത്തിൽ, അതിനൊരു നിലയിലും എത്തിക്കുന്ന കാര്യത്തിൽ മുസ്തഫയുടെ കൊണ്ടാണ് വളരെ വളരെ കാര്യമാണ്. വളരെയധികം നന്ദി ശ്രീ KV തോമസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, നേരത്തെ KC ജോസഫ് ആയാലും KV തോമസ് ആയാലും പറഞ്ഞ പോലെ എറണാകുളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്തെ കോൺഗ്രസിന് അടിത്തറ പാകിയതിൽ, ആ കോൺഗ്രസിനെ ഇത്രയധികം ആ ജില്ലയിൽ വളർത്തിയെടുക്കാൻ സാധിച്ച കൊണ്ടുവന്ന ഒരു നേതാവിനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസിന്റെ മതേതര മുഖം കൂടിയാണ് നഷ്ടമായിരിക്കുന്നതെന്നാണ് KC ജോസഫ് തൊട്ടു മുമ്പ് വ്യക്തമാക്കിയത്. നമുക്കെങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്? രഞ്ജിനി, മറ്റ് നേതാക്കളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയായിരിക്കും. തന്റെ നിലപാടിൽ എപ്പോഴും അടിയുറച്ചു തന്നെ നിൽക്കാൻ അദ്ദേഹം എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മുതൽ തന്നെ തന്റെ നിലപാടുകളിൽ എപ്പോഴും വ്യത്യസ്തനാകാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കും. അതിൽ ഏറ്റവും ഉദാഹരണമാണ് K. കരുണാകരന്റെ കേരളത്തിലെ പിളർപ്പിന്റെ സമയത്ത് പോലും ലീഡർക്കൊപ്പം തന്നെ അദ്ദേഹം നിന്നു. തന്റെ നിലപാട് ഉറച്ചു തന്നെ രാഷ്ട്രീയത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ നിലപാടുകളിൽ എപ്പോഴും കറകളഞ്ഞ ഒരു നിലപാടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു TH മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നത്, അദ്ദേഹത്തെ മറക്കാത്തത്. അവസാന നാളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പോലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തന്റെ ശക്തമായ വാക്കുകൾ കൊണ്ട് കൊള്ളേന്റെ അടുത്ത് തന്നെ കൊള്ളിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ തന്റെ നിലപാടുകൾ, അത് വ്യക്തികൾ നോക്കാതെ തന്റെ നിലപാടുകൾ എപ്പോഴും ഉറച്ച് തന്നെ പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് അടിത്തറ പാകിയ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. പിന്നീട് കുന്നത്തുനാളിൽ നിന്നും
5 തവണ MLA ആയും 1 തവണ മന്ത്രിയുമായും ഒക്കെ നിയമസഭയിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. അത് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും വ്യത്യസ്തനാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു നഷ്ടമാണ് TH മുസ്തഫ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്ഭവനിലേക്കുള്ളൊരു സമരം, രാജ്ഭവനിലേക്കുള്ളൊരു കാൽനട ജാഥ അദ്ദേഹം 1572 കിലോമീറ്റർ നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു TH മുസ്തഫ. അന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1941 ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ അദ്ദേഹം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് വഴിയാണ് പിന്നീട് കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്. 1972 ആലുവയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. 1978 കെ കരുണാകരന്റെ കോൺഗ്രസ് പിളർന്നപ്പോൾ തന്നെ, ഐ ഗ്രൂപ്പ് പിളർന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിന്നിരുന്നു. പിന്നീട് 1980 നിയമസഭയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അന്ന് വിജയിച്ചില്ല. പിന്നീട് 1982 87 91 2001 അദ്ദേഹം കുന്നത്തുനാട് നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. 1996 കുന്നത്തുനാട് നിന്ന് വീണ്ടും മത്സരിച്ചു, പക്ഷേ അന്ന് വിജയിച്ചിരുന്നില്ല. പിന്നീട് 2001 അദ്ദേഹം കുന്നത്തുനാട് നിന്നും മത്സരിച്ചു. 1996 അദ്ദേഹം പരാജയപ്പെടുത്തിയത് MP വർഗീസിനെ ആയിരുന്നു, CPMന്റെ നേതാവായ MP വർഗീസിനെ ആയിരുന്നു. പിന്നീട് 2001 അദ്ദേഹം MP വർഗീസിനെ തന്നെ തോൽപ്പിച്ച് കുന്നത്തുനാട് നിന്ന് നിയമസഭയിലേക്ക് പോവുകയും ചെയ്തു. ANTUCയുടെ സംസ്ഥാന നിർവാഹക സമിതിയും ദേശീയ കൗൺസിൽ അംഗമായൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. KPCCയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി അദ്ദേഹം ഏറെ നാൾ പ്രവർത്തിക്കുകയും ചെയ്തു. 1957 60 യൂത്ത് കോൺഗ്രസിന്റെ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഏറ്റവും ഒടുവിൽ 91 മുതൽ 95 വരെ ഭക്ഷ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പിന്നീട് നിയമസഭയിൽ എത്തിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏറെ വ്യത്യസ്തമാണ്. നിലപാടുകളാണ് അദ്ദേഹത്തെ എപ്പോഴും വ്യത്യസ്തനാക്കിയതും. പിന്നെ കരുണാകരനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ യാത്രയും, കരുണാകരന്റെ തന്നെ ഒപ്പം നിന്ന് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ ജീവിതമൊക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാന നാളുകൾ പോലും അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനും രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ പ്രതികരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. യെസ്, അതാണ് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് TH മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.